നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും പരാതി. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അപമര്യാദയായി പെരുമാറിയെന്നാണ് യുവനടി ഡിജിപിക്ക് പരാതി നൽകിയത്. പരാതിക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വ്യക്തിപരമായ നേട്ടത്തിനോ എന്തെങ്കിലും കാര്യത്തിനാണ് ഇത് സംസാരിക്കുക, ഈ വിഷയം അഡ്രസ്സ് ചെയ്യുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അന്വേഷണ കമ്മീഷന് മുമ്പാകെയാണ് കൊടുത്തിരിക്കുന്നത് പേര്. തൽക്കാലം മീഡിയയുടെ മുമ്പിൽ, അത് വേറൊന്നുമല്ല, എൻ്റെ വീട്ടിൽ കുറച്ച് പ്രഷറുണ്ട്. ഡയറക്റ്റ് വിളിക്കാതെ അർദ്ധരാത്രി 12:30 ദുബായ് നമ്പറിൽ നിന്നും DGP ഫേക്കായിട്ട് സേവ് ചെയ്ത നമ്പറിൽ നിന്നൊക്കെ എനിക്ക് കോൾ വരുന്നുണ്ട്. പിന്നെ ഭീഷണി കോളൊന്നും എനിക്ക് അത് അങ്ങനെയൊന്നും എന്നെ ആരും ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട. തൽക്കാലം ആർക്കെങ്കിലും നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് വരിക. ഞാനിവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഇട്ടാവട്ടത്ത് തന്നെ ഉള്ള ആളാണ്. കൊല്ലണമെങ്കിൽ കൊന്നിട്ട് പോവാം. പക്ഷേ ഞാനല്ലെങ്കിൽ വേറൊരു പെൺകുട്ടി ഇതുപോലുള്ള തെമ്മാടിത്തരത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തതോടെ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് സിദ്ദിഖിന്റെ തീരുമാനം. സംവിധായകൻ രഞ്ജിത്തിനെതിരായ കേസിൽ SIT ഉടൻ അന്വേഷണം തുടങ്ങും. മുഴുവൻ വിവരങ്ങളുടെയും വിശദാംശങ്ങളുമായി റോഷിപാലുണ്ട്. റോഷിപാൽ, ഇപ്പോൾ പലതരത്തിലാണ് പരാതികളിന്മേൽ മൊഴിയെടുക്കൽ, അതിനിടയ്ക്ക് മുൻകൂർ ജാമ്യം തേടി നിയമോപദേശം തേടി നടന്മാർ ഹൈക്കോടതി അഭിഭാഷകരെ സമീപിക്കുന്നതടക്കമുള്ള വിവരങ്ങൾ വരികയാണ്. എന്താണ് നമുക്ക് നൽകാവുന്ന ഏറ്റവും പുതിയ വിവരം? അന്വേഷണ സംഘം ഏത് രൂപത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും? സ്മൃതി, അന്വേഷണ സംഘത്തിന് രൂപം നൽകിയതിന് ശേഷം പരാതി പ്രളയമാണ്. ഏതാണ്ട് ഇതുവരെ 16 പരാതികളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ആ 16 പരാതികളിൽ 7 പരാതികൾ അതിജീവിതമാർ നേരിട്ട് അവർ നൽകിയതാണ്. മറ്റ് പരാതികൾ മറ്റുള്ളവർ മുഖേന എത്തിയ പരാതികൾ, സംഘടനകൾ നൽകിയ പരാതികൾ അടക്കമുണ്ട്. ഈ പരാതികൾ ഓരോന്നും പരിശോധിച്ച് അതിൽ പരാതിക്കാരിൽ നിന്നും മൊഴി ശേഖരിച്ച് അതിൽ ആവശ്യമുള്ള പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഏതായാലും മേൽനോട്ട ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് മേധാവി വെങ്കടേഷ് ഓരോ പരാതികളും പരിശോധിക്കുന്നുണ്ട്. പോലീസ് ആസ്ഥാനത്ത് നിന്ന് വരുന്ന പരാതികൾ നേരിട്ട് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറുന്നു. മറ്റിടങ്ങളിൽ എത്തുന്ന പരാതികൾ അതാത് പോലീസ് സ്റ്റേഷനുകളിൽ അത് കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അന്വേഷണ സംഘത്തിന് കൈമാറുന്ന ആ രീതിയും ഏതായാലും വളരെ കൃത്യമായ അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി അന്ന് ഈ സംഘത്തെ രൂപീകരിക്കുമ്പോൾ നൽകിയത്. ഒന്ന്, വിവരങ്ങൾ, അന്വേഷണ സംഘത്തിൻ്റെ ഓരോ നീക്കങ്ങൾ അത് ചോർന്നു പോകാൻ പാടില്ല, മൊഴികൾ ചോർന്നു പോകാൻ പാടില്ല. ആ തരത്തിൽ വളരെ കൃത്യമായി ഈ സംഘങ്ങൾ തമ്മിൽ പോലും ഈ വിവരങ്ങൾ കൈമാറരുത് എന്ന രീതിയിൽ ഓരോ നീക്കങ്ങളും ഈ സംഘത്തിന് പുറത്തേക്ക് പോകാൻ പാടില്ല. പല രീതിയിലും സ്വാധീനിക്കാൻ വരെയുള്ള സാധ്യത, കാരണം നടിയെ ആക്രമിച്ച കേസാണ് ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള ഒരു എക്സ്പീരിയൻസ്. ആ ഒരു പരിചയം വെച്ചുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാനുള്ള സാഹചര്യം ഉൾപ്പെടെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു അന്വേഷണ രീതിയാണ്. റോഷിപാൽ, ഇപ്പോൾ 4 വനിതാ IPS ഉദ്യോഗസ്ഥരാണല്ലോ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. 4 വനിതാ IPS ഉദ്യോഗസ്ഥർ, അവർക്ക് കീഴിൽ എത്ര വേണമെങ്കിലും വനിതാ പോലീസുകാരെ ചേർത്തുകൊണ്ട് ആ സംഘത്തെ വിപുലീകരിക്കാം കേസിന്റെ വലിപ്പം അനുസരിച്ച് എന്നൊക്കെയാണ് DGP നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിപ്പോൾ ആദ്യം മൊഴിയെടുക്കൽ, തെളിവ് ശേഖരിക്കൽ, സാക്ഷിമൊഴി, ഇതങ്ങനെ എത്ര കാലം നീണ്ടു നിൽക്കും? പലതും വർഷങ്ങൾ പഴക്കമുള്ള ആരോപണങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ കേസുകളുടെയൊക്കെ ബലം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും പരിശോധിക്കേണ്ടി വരും. ഇതൊക്കെ ഒരു വശത്ത് വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ നീങ്ങുമ്പോൾ അപ്പുറത്ത് ഹേമ കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന ഗുരുതരമായ മൊഴികളുണ്ട്. അതിനെ ഒരു പരാതിയായി സ്വീകരിക്കാൻ ഇപ്പോഴും സർക്കാർ ആലോചിക്കുന്നില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത്? ഈ SITക്ക് ഹേമ കമ്മിറ്റിയിൽ തൊടേണ്ടതില്ല എന്നൊരു നിർദ്ദേശമുണ്ടോ? സ്മൃതി, ഈ സംഘത്തെ രൂപീകരിക്കുമ്പോൾ തന്നെ സർക്കാർ കൃത്യമായ നിലപാടുണ്ടായിരുന്നു. ഒന്ന്, ഈ വെളിപ്പെടുത്തലുകൾ, ആരോപണങ്ങൾ, പരാതികൾ ഈ ഹേമ കമ്മിറ്റിക്ക് പുറത്തുള്ള പരസ്യമായ വെളിപ്പെടുത്തലുകൾ മാത്രം പരിശോധിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ച് അതിൽ മൊഴി നൽകിയവർ ആരാണെന്ന് നോക്കി അവരിൽ നിന്നും മൊഴി ശേഖരിച്ച് അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തുടങ്ങുക, അങ്ങനെയുള്ള ഒരു ആലോചന പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ആ സർക്കാർ നിലപാടനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘം മുന്നോട്ട് പോകുന്നത്. ഈ പരസ്യമായി ഉയർത്തുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തുന്ന പരാതികൾ അല്ലെങ്കിൽ മൊഴികൾ അതല്ലാതെ മറ്റൊന്നും അവർ പരിശോധിക്കുന്നു
പോലുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും സർക്കാരിൻ്റെ കയ്യിൽ വളരെ സുരക്ഷിതമായുണ്ട്. അതിൻ്റെ ഭാഗികമായ ഭാഗം പുറത്തു വന്നപ്പോൾ ഉണ്ടായ കോളിളക്കങ്ങളും പൊട്ടിത്തെറിയുമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിൻ്റെ മൊഴികളോ അതുമായി ബന്ധപ്പെട്ട തെളിവുകളോ പരിശോധിക്കാൻ എന്നൊരു തീരുമാനം അത് ഹൈക്കോടതിയുടെ മുന്നിൽ പരിഗണനയിലുള്ളതാണ്. അതുകൊണ്ട് ഹൈക്കോടതി തീരുമാനിക്കട്ടെ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കണമോ അതിൽ അന്വേഷണം നടത്തണമോ എന്നടക്കമുള്ള തീരുമാനം ഹൈക്കോടതിയിൽ നിന്നും വരട്ടെ, അപ്പോൾ മുന്നോട്ട് പോയാൽ മതി എന്നൊരു നിർദ്ദേശം ഈ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെയോ വരുന്ന ആ വെളിപ്പെടുത്തലുകൾ മാത്രമാണ് പരിശോധിക്കുന്നത്. വെളിപ്പെടുത്തൽ വന്നാൽ അപ്പോൾ ഈ വെളിപ്പെടുത്തുന്നവരെ ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെടും. അവരിൽ നിന്നും പ്രാഥമിക മൊഴി ശേഖരിക്കും. പിന്നീട് അവർ പരാതി നൽകാൻ തയ്യാറായ തുടർ നടപടികളിലേക്ക് സ്വീകരിക്കും. അതാണ് ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിൻ്റെ രീതി. ഏതായാലും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു നിയമ നടപടിക്കും സർക്കാർ ഒരുക്കമല്ലെന്ന് നേരത്തെ അസന്നിഗ്ധമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. മറ്റു മന്ത്രിമാരും സമാനമായ നിലപാട്. അത് ധനമന്ത്രി KN ബാലഗോപാൽ ഒഴികെ മറ്റെല്ലാവരും അത് ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്ന നിലപാടിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് സ്മൃതി.